നമുക്കൊന്നൊരു പാവയ്ക്ക തീയലുണ്ടാക്കാം. അതിന് ഞാനൊരു 2 ചെറിയ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോളയുടെ പകുതി, ചെറുതാണെങ്കിൽ ഒരു സവോള എടുക്കാം, ഒരു ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. കടുക് നല്ലോണം പൊട്ടി, കടുക് പൊട്ടിയതിന് ശേഷം ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി ഒന്ന് വഴറ്റണം. ഇതിപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മൾ എടുത്ത് വെച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തീയലിന് വേണ്ട തേങ്ങ എടുക്കാം. തേങ്ങ ഞാനൊരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ വലിയ സ്പൂൺ പിന്നെ ഇതെടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. തീയലിന് അരയ്ക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഡ്രൈ റോസ്റ്റ് അല്ല ചെയ്യേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാൻ നല്ലത്. കാരണം ഇത് ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് തേങ്ങ ഇടാം. നമുക്ക് ഈ കറി വേണമെങ്കിൽ തേങ്ങ ഇല്ലാതെ വയ്ക്കാം. മല്ലി മുളകും മഞ്ഞളൊക്കെ കൂടിയിട്ട് വറുത്തിട്ട് വയ്ക്കാം. അതിന് പാവയ്ക്ക പുളിങ്കറി എന്ന് പറയും. തീയൽ വയ്ക്കുമ്പോൾ തേങ്ങ ചേർക്കും. ഇനി തേങ്ങ ഒട്ടും കരിയാതെ വറുത്തെടുക്കണം, നല്ലതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വറുക്കാൻ വെച്ച തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്, നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പുണ്ട്. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരട്ടെ. ചെറു തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേരാതെ തന്നെ അരയ്ക്കുക. അതിനാണ് നമ്മൾ എണ്ണ ചേർത്ത് വറുത്തത്. അപ്പോൾ ഇനി ഇത് ചൂടാറിയിട്ട് അരച്ച് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കും സവോളയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് തേങ്ങ അരച്ചത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചതാണ്. എണ്ണയുള്ള കാരണമാണ് അത് നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർക്കാം. നമുക്കിത് ഒരുമിച്ച് ചേർക്കാം. ഇടയ്ക്ക് യോജിപ്പിക്കുക. വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം തിളയ്ക്കണം. ഈ തീയൽ എന്ന് പറയുന്നത് കുറച്ച് എണ്ണ ചേരുന്ന കറിയാണ്. നിങ്ങൾ തേങ്ങയിൽ എണ്ണ ചേർത്ത വറുത്തത്. പിന്നെ ഇനി കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഇത് വഴറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കടുക് പൊട്ടിക്കേണ്ട. പക്ഷേ ഇത് എന്നാന്ന് വെച്ചാൽ നല്ലോണം എണ്ണ ചേരുന്ന കാരണം നിങ്ങൾക്ക് ഇനി എണ്ണ ഒട്ടും കൂട്ടാത്തവരാണെങ്കിൽ ഇത് ആറിക്കഴിയുമ്പോൾ ഒന്ന് ഫ്രിഡ്ജ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ എണ്ണ മുകളിലിങ്ങനെ കട്ടയിട്ട് വരും. അതെടുത്ത് മാറ്റിയിട്ട് കഴിക്കാം. പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്ക് നല്ല രുചിയാണ്. 2 ദിവസമൊക്കെ കേടാകാതെ ഇരുന്നോളും.
ഞാനിത് മൂടി വയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ തീയിൽ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിനി ഇരുന്നിട്ട് കുറച്ച് കുറുകി വരും. കറി റെഡിയായി. നല്ല രുചിയുള്ള തീയിലാണ് ഇത്. ഇപ്പോൾ ഇച്ചിരിയും വെള്ളമുണ്ട്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും. ഇപ്പം നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു കറിയാണിത്. ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ഇരുന്നോളും, ഇടാതിരുന്നോളും. പിന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങ ഇല്ലെന്ന് വിചാരിച്ചിരിക്കേണ്ട. നമ്മൾ അടയ്ക്ക പുട്ടിനൊക്കെ എടുക്കുമ്പോൾ ആ വെളുത്ത ഭാഗം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അത് താഴെയുള്ള ആ അടർന്നു പോരുന്ന തേങ്ങയോ അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയൊക്കെ ചിരട്ടയോട് ചേർന്ന് തേങ്ങയൊക്കെ എടുത്ത് ഒന്ന് മിക്സിയിൽ കറക്കി ഫ്രിഡ്ജിൽ വെച്ച് ഇതുപോലെ വറുത്തരയ്ക്കുന്ന കറികൾക്കൊക്കെ ഉപയോഗിക്കാം.